Hi dear students, good morning. പുതിയൊരു സെക്ഷനിലോട്ടാണ് നാം പോകുന്നത്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ ഗ്രാഫ്സ് ആണ്. ബൂളിയൻ ആൾജിബ്ര കഴിഞ്ഞു. ബൂളിയൻ ആൾജിബ്രയിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഡിസൈൻ സർക്യൂട്ട്സ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. പിന്നെ ഫസ്റ്റിൽ മാത്തമാറ്റിക്കൽ ലോജിക്സ്, പിന്നെ അടുത്ത് വരുന്നതാണ് ഗ്രാഫ്, പിന്നെ ട്രീ, അങ്ങനെയാണ് പോകുന്നത്. ഗ്രാഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഗ്രാഫ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഗ്രാഫ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് അങ്ങനെ പോകുന്നതാണ് ഈ സിലബസ്. നമ്മുടെ അതിൽ ഓരോ ടൈപ്സ് ഗ്രാഫിനെ കുറിച്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഗ്രാഫ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തവർക്ക് മനസ്സിൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആവും പോകുന്നുണ്ട്. അതായത് ഒരു ഡാറ്റ തന്നാൽ അതിനെ ഗ്രാഫാക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലോട്ടാണ് കുറേ പേർക്ക് പോവുക. പക്ഷെ അതായത് ഈ ടോപ്പിക്ക് എന്താണെന്ന് അറിയുന്നവരാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഗ്രാഫ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഡാറ്റ അങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലോട്ടാണ് പോവുക. എന്നാൽ അതല്ല ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ജി എന്നുള്ള അക്ഷരം കൊണ്ടാണ്. ജി എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അത് എന്ന് പറയുന്നത് പെയർ ഓഫ് വെർട്ടിസസ് ആണ്. പെയറാണ്, അതായത് രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേർന്നാണ് ഗ്രാഫ്. ഒന്ന് വിയും ഒന്ന് ഇയും. നമ്മൾ പെയറായിട്ട് എഴുതിയിട്ടുണ്ട്. എപ്പോഴും കൂട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് പെയറായിട്ട് എഴുതിയത്. വി എന്ന് പറഞ്ഞാൽ വെർട്ടിസസ്, ഇ എന്ന് പറഞ്ഞാൽ എഡ്ജസ്. വി വെർട്ടിസസ്, ഇ എഡ്ജസ്. ഈ വെർട്ടിസസും എഡ്ജസും കൂട്ടിച്ചേർന്നാണ് ഗ്രാഫ്. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. എ ഗ്രാഫ് ജി ഈക്വൽ ടു വി കോമ ഇ കൺസിസ്റ്റ് ഓഫ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെർട്ടിസസ്. വി എന്ന് പറയുന്നത് വെർട്ടിസസ് ആണ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ നോൺ എംപ്റ്റി വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിസസ് ഉണ്ടായിരിക്കുന്നത്, അത് വെർട്ടിസസ് ഇല്ലാതിരിക്കില്ല, വെർട്ടിസസ് മസ്റ്റാണ്. ഓർ നോഡ്സ്, അല്ലെങ്കിൽ വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയും. ഡി സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, അത് ക്യാപ്സായി പോയതാണ്. നോട്ട് സ്മോളാണ്. ആൻഡ് ഇ ഈസ് എ സെറ്റ് ഓഫ് എഡ്ജസ്. സി എന്ന് പറയുന്ന എഡ്ജസ് ആണ്. അപ്പോൾ ഈ ഓരോ ഈച്ച് എഡ്ജസ് ആസ് either വൺ ഓർ ടു വെർട്ടിസസ് ഓർ n. ഈ ഓരോ എഡ്ജുകളും എന്താണ്? ഒന്നിൽ കൂടുതൽ വെർട്ടിസസിനെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് എഡ്ജസ്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കിട്ടുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാം. ഇങ്ങനൊരു വര വരച്ചു. ഇതിൻ്റെ എൻഡിനെ V1 എന്ന് കൊടുത്തു, V2 എന്ന് കൊടുത്തു. സോ നമുക്കറിയാം V1ഉം V2ഉം വെർട്ടിസസ് ആണ്. ഇനി കൂട്ടി ചോദിക്കുമ്പോൾ ഈ ഭാഗം അതാണ് ഈ എഡ്ജസ് എന്ന് പറയുന്നത്. E1 എന്ന് കൊടുക്കുക. അപ്പോൾ E1 എന്നുള്ള എഡ്ജസ് വഴി രണ്ട് വെർട്ടിസസിനെ നമ്മൾ കൂട്ടി യോജിക്കുകയാണ്, V1 V2. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് പറയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ വെറും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒതുങ്ങാത്തതാണ്. അതിനപ്പുറത്തേക്കാണ് ഗ്രാഫിക്കൽ. ഒരുപാട് വെർട്ടിസസും ഒരുപാട് എഡ്ജസുകളും കൂടി ചേർന്നാണ്. അപ്പോൾ വെർട്ടിസസ് ഒന്നെങ്കിലും ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. വെർട്ടിസസിൻ്റെ എണ്ണം എന്ന് പറയുന്നതാണ് നോൺ എംപ്റ്റി ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. വെർട്ടിസസ് നോൺ എംപ്റ്റി അല്ലെങ്കിൽ എഡ്ജസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ. ഗ്രാഫ് ജി ഈക്വൽ വി കോമ ഇ കൺസിസ്റ്റ് ഓഫ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെർട്ടിസസ് ഓർ നോഡ്സ്. വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയും. ആൻഡ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് എഡ്ജസ് ആണ്. ഈച്ച് എഡ്ജസ് ആസ് either വൺ ഓർ ടു വെർട്ടിസസ് ഓർ ആൻഡ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറയാം. മനസ്സിലാണ്ടാവും കരുതുന്നു. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പറയാം. ഇങ്ങനെ ഫസ്റ്റിൽ വരച്ച് V1 ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. V1 V2 V1 ഇതൊരു എക്സാമ്പിളാണ്. പിന്നെ ഒറ്റ വെർട്ടിസസ് വരുന്ന നമുക്ക് എഴുതാം. അതിപ്പോൾ രണ്ട് വെർട്ടിസസ്, ഒറ്റ വെർട്ടിസസ്, ഇതൊരു വി, ഇങ്ങനെ സെൽഫ് ലൂപ്പ്. E1 ഈ എഡ്ജസ്റ്റാണ് E1. അതിൽ നിന്ന് അതിലേക്ക് തന്നെ ആണ് കണക്ഷൻ വരുന്നത്. അങ്ങനെ പല എക്സാമ്പിൾ നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ അടുത്തൊരു എക്സാമ്പിളാണിത്. നോക്കൂ, ഇതിൽ എത്ര വെർട്ടിസസ് ഉണ്ട്? V1 V2 V3 V4 V5 5 വെർട്ടിസസ് ഉണ്ട്. എഡ്ജസ് E1 E2 E3 E4 E5 E6 E7
7 എഡ്ജസ് ഉണ്ട്. അതിലിപ്പോൾ E1-നാണ് എന്ത് സെൽഫ് ലൂപ്പ് ഉള്ളത്. E1 സെൽഫ് ലൂപ്പ് അത് നയിക്കാനാണ്, അതാണ് സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ E6-ഉം E7-ഉം E6-ന് പാരലായിട്ടാണ് E7 വരുന്നത്. നമുക്ക് ആ ഫിഗറിന്ന് മനസ്സിലായിട്ടുണ്ടാവും. E6-ഉം E7-ഉം ടു എഡ്ജസ് കാണുന്നത് സെയിം പെയർ ഓഫ് വെർട്ടിസസ്. എന്താണ് പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത്? 2 എഡ്ജുകളാണ് ഒരേ പെയറുണ്ട്. നോക്കൂ, E6 എന്ന് പറയുന്നത് V1 V4 ആണ്, E7 എന്ന് പറഞ്ഞാൽ V1 V4 ആണ്. അതുകൊണ്ട് ഇതിനെ പാരലൽ എഡ്ജസ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് പറയാം E6-ഉം E7-ഉം പാരലൽ എഡ്ജസ് ആണെന്ന് പറയാം. E1 സെൽഫ് ലൂപ്പാണെന്നും പറയാം. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫിലെ V1 V2-നെ പരസ്പരം E5 E2 E4 V1 പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 6 അത് മനസ്സിലായിട്ടാവും. അതിൽ പറയാനുള്ളത് E1 എന്ന് പറഞ്ഞ സെൽഫ് ലൂപ്പാണ്, E6 E7-ഉം പാരലൽ എഡ്ജസാണ്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത് ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സുകൾ നോക്കാം. പെൻഡിങ്ങിലുള്ള അതായത് നമുക്കൊരു സർക്യൂട്ട് ഡിസൈനിങ് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്കൂളോജിയിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഫോൾഡറിൽ കളറിൽ ചേഞ്ച് ഉണ്ടാവും ഓരോ മോഡുകളും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.